ലൈറ്റ് ടു ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 2 സ്മാർട്ട് ലേണിംഗ് ടെക്നിക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ഒന്ന് SQ3R മെത്തേഡ്, നിങ്ങളത് പഠനങ്ങളിൽ ഉപയോഗിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ നമ്മൾ സ്റ്റഡി മൈൻഡ് മാപ്പ്, അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുവേണ്ടി സമയം കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു കാര്യമുണ്ട്. ബ്രെയിൻ ഒരിക്കലും ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഓർക്കാൻ, ചില വിഷയങ്ങൾക്ക് ചില പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. പല പ്രാവശ്യം വായിക്കും, നമ്മൾ മറന്നു പോകും. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മറന്നു പോകത്തില്ല കണക്ട് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി, നമ്മുടെ ഓർമ്മ ശക്തിനെ ശക്തിപ്പെടുത്താനായിട്ട് ഈ കണക്ഷൻ, അസോസിയേഷന് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ബ്രെയിൻ വളരെ കൃത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർത്തിരിക്കും. ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ബ്രെയിൻ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ ഞാൻ എടുക്കുകയാണ്. ഞാൻ ഹിസ്റ്ററിയിൽ കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടല്ല, എങ്കിൽ നമ്മൾ ഹിസ്റ്ററി സാറിന് കുട്ടികൾക്ക് വിഷമമുള്ളതുകൊണ്ടാണ്. ഹിസ്റ്ററി നമുക്കറിയാം. നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്, ഹിസ്റ്ററിയുടെ വളർച്ചയെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് പഠിക്കാനായിട്ട് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുക ഹേഗലിനെയാണ്. ഹേഗലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഹിസ്റ്ററിയിലേക്ക്? ഹേഗലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹേഗൽ ഹിസ്റ്ററിയിൽ ലോജിക്ക് അപ്ലൈ ചെയ്ത വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഹേഗൽ പറയുന്നത് ഹിസ്റ്ററി സമയമനുസരിച്ച് മാറുമെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റുക? സമയമനുസരിച്ച് ഹിസ്റ്ററികൾ മാറുമെന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടേതായ ചില സിറ്റികൾ അല്ലേ, വർഷങ്ങൾ മുമ്പ് ചിലപ്പോൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ട് പോയതായിരിക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റേതായ കാലഘട്ടങ്ങളനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളത് കണ്ടിട്ട് കാണും, ചിലപ്പോൾ സിനിമയിലൊക്കെ ആയിരിക്കും കണ്ടിരിക്കുന്നത്. അത് കണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതുമായിട്ട് ഒന്ന് കോറിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കും. കാരണം എന്ന് വെച്ചാൽ ബ്രെയിൻ എപ്പോഴും കണക്റ്റഡ് ആയ കാര്യങ്ങൾ ഓർത്തിരിക്കും. നമ്മളിപ്പം സസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അപ്പം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ സസ്യങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കിഷ്ടം, ചില സസ്യങ്ങൾ ഇഷ്ടമുള്ളവർ കാണും. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതിനൊന്ന് പഠിച്ചു നോക്കിക്കുക. അല്ലെങ്കിൽ ഒരു മൃഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളുടെ കാര്യങ്ങളുമായിട്ടൊന്ന് പഠിച്ചു നോക്കിക്കുക. അതിൻ്റെ ഒത്തിരി മാറ്റങ്ങൾ വരാനുണ്ട്. നമുക്കറിയാം ഇപ്പം നമ്മളൊരു വായുവിനെ കുറിച്ച് പഠിക്കുകയാണ്. വായു നമുക്ക് കാണാനായിട്ട് പറ്റില്ല, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഒരു കാറ്റ് വന്നു, ഇല അനങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ വായു ഉണ്ടെന്നാണ്, അതിൽ എയർ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ സാധാരണ കൊച്ചുകുട്ടികളായിരിക്കും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കാലിയായിട്ടൊരു കുപ്പിയിൽ അതിൻ്റെ അകത്ത് എയറിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ബക്കറ്റ് എടുക്കുമ്പോൾ ആ ബക്കറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു കാലിക്കുപ്പി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബബിൾസ് വരും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എയർ ഉണ്ടെന്നുള്ള പ്രതീകമാണ് ഇങ്ങനെ കൊമളകൾ വരുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനും എക്സ്പെരിമെൻറ്റ് ചെയ്ത് പഠിക്കാനും നിങ്ങൾ നോക്കി സയൻസൊക്കെ ആണെങ്കിൽ കൂടുതൽ കെനസ്തെറ്റിക് ലേണിംഗ് പാറ്റേൺ എന്ന് പറയും. കെനസ്തെറ്റിക് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു പുസ്തക പുഴുക്കളായിട്ട് നമ്മൾ മാറാതെ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് പഠിക്കുമ്പോഴാണ് ഭാവിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മളൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കമ്പനിക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ആൾക്കാരെ മതി. നമ്മളങ്ങനെ കുറേ പഠിച്ചു എന്നതിലുപരിയായിട്ട് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പുതിയൊരു രീതി നമ്മളൊരു കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ചിലപ്പം കാണുന്ന ചില കഥകളായിരിക്കാം, അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ള കൂട്ടുകാരെ നമ്മുടെ പഠനം വളരെ ഈസി ആയിട്ട് മാറും. മനസ്സിലാക്കി പഠിക്കുക, വ്യക്തതയുണ്ടാവുക പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ബൈഹാർട്ട് പഠിച്ച പരീക്ഷയുടെ സമയത്ത് നമ്മൾ എഴുതി പരീക്ഷ കൊണ്ട് അവസാനിക്കുന്ന ഒരു പഠനമാക്കി മാറ്റാതെ പഠനത്തെ നമ്മുടെ ഒരു ജീവിത ശൈലിയായിട്ട് മാറ്റാനും മുന്നോട്ട് പോകുന്ന സമയങ്ങൾ അത് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കാനായിട്ട് ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഈ 3 സ്മാർട്ട് ലേണിംഗ് ടെക്നിക് SQ3R മെത്തേഡ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ സ്റ്റഡി മൈൻഡ് മാപ്പ്, പിന്നെ കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ പഠനത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു.